ചേട്ടായിയേ. ആ അനിത മോളെ വാ. ചേട്ടായി ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. എന്നാ പറ്റി മോനെ? എന്നോടൊന്നും ചോദിക്കണ്ട. എനിക്ക് ആ വീട്ടിൽ പട്ടിയുടെ സ്ഥാനം പോലും ഇല്ല. ശരി മോള് പോയി ഡ്രസ് മാറിയിട്ട്. ഹലോ, ആ ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. മോളെ ഇവിടെ ഇരുന്നേ. മോളെ ഇനി പോകണ്ട. 25 വർഷം ചേട്ടായിക്ക് മോളെ നോക്കാമെങ്കിൽ ഇനിയുള്ള കാലം പറ്റും. കൊച്ചേ, പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനം. മോളെ, ഒറ്റ നിമിഷം മതി ഒരു കുടുംബം തകരാൻ. പക്ഷെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ മോൾക്ക് ചേട്ടായി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചേട്ടായി മോളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. യഥാർത്ഥ സ്നേഹത്തിൽ സ്വാർത്ഥത ഉണ്ടാകത്തില്ല. മോനെ എവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം ചേട്ടായി. ഓക്കെ മോനെ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മോൻ വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവൂടാ. ഓക്കെ ചേട്ടായി, ഞാൻ ഇറങ്ങുക. മോളെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി മോനെ. വേണ്ട ചേട്ടായി, സച്ചൂട്ടൻ ബാലവാടിന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് അങ്ങ് എത്തണം. മോൾക്ക് ഫോൺ വരുന്നു. ഹലോ, ഞാൻ വരുവാ. ഇല്ലെന്നേ, ഞാൻ ഇപ്പൊ അങ്ങ് എത്തും മനുഷ്യ. ആരാ മോനെ? ചേട്ടായി, ഞാൻ പോവാണേ. ടാറ്റാ. ഹലോ, ഞാൻ വരുവാന്നേ. പരസ്പരം വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ കുടുംബം ഒരു സ്വർഗം തന്നെയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഭാര്യഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം ഒന്ന് തുറന്ന് സംസാരിക്കുക. ലൈഫ് സൂപ്പറാകും.